അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത കാഴ്ചയാണ്, വിസ്മയ കാഴ്ചയാണ്. ലോകത്തിലെ എത്രാമത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്രത്തോളം എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിവരാത്ത വണ്ണമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇവിടെ ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തെക്കേ ഗോപുരനടയിൽ കൂടി ഇറങ്ങിയ രാമൻ അവിടെ നിൽക്കുകയാണ്. മൂന്ന് ആനകൾക്ക് നടുവിൽ വലിയ തലപ്പൊക്കത്തിൽ രാമൻ അവിടെ നിൽക്കുകയാണ്. രാമനെ കാത്തിവിടെ ഈ പൂരനഗരി നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞിരുന്നു, പൂരത്തിന് അധികം ആളിക്കുറി ഉണ്ടാവുന്നില്ല. അതിന് കാരണമൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് അവിടെ ശ്രീമൂലസ്ഥാനത്തുനിന്ന് കയറി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഞൊടിയുടെ സമയം കൊണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ ഈ പറയുന്ന പൂരനഗരി നിറഞ്ഞ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്തവണ്ണം അത്രത്തോളം ആളുകൾ നിറഞ്ഞ് രാമനെ കാണാൻ വേണ്ടി വരുന്ന കാഴ്ച. രാമൻ ഇറങ്ങുമ്പോൾ ആൾക്കൂട്ടം രാമനൊപ്പം തന്നെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ ഇവിടെ രാമൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റില്ലോ ഉള്ള പരിപാടിയായിരുന്നു. രാമൻ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ ആൾക്കൂട്ടം അവിടെയായി. രാമൻ എങ്ങോട്ട് പോകുന്നു, ഈ ആൾക്കൂട്ടം രാമനൊപ്പം മൂവ് ചെയ്യുന്ന അപൂർവമായ കാഴ്ച. അത് ലോകത്തോ രാജ്യത്തോ മറ്റേതെങ്കിലും ഒരു ജീവിവർഗത്തിന്, ഒരു ആനയ്ക്ക് അത് കിട്ടുമോ എന്ന കാര്യം അറിയില്ല. അത്രത്തോളം സ്നേഹം, അത്രത്തോളം അങ്ങേറ്റത്തെ വൈകാരികത, അത്രത്തോളം രാമൻ എന്ന പേരിനോട്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന അവരുടെ പ്രിയപ്പെട്ട ആനയോട് അവർ നടത്തുന്ന ആത്മസമർപ്പണം, അതൊക്കെ ഒരു വേറിട്ട കാഴ്ചയാണ്. അത് പുറത്തുനിന്ന് ഈ പറയുന്ന ആന എന്താണെന്നോ ആന മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരോട് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും വൈകാരികത ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. മാത്രം ചിലപ്പോൾ വേണമെങ്കിൽ അധിക്ഷേപിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനല്ല. ഇത് അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹബന്ധം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിലേക്ക് ഒരു സ്നേഹത്തിന്റെ, എസ്കേൻ പറയുന്ന പോലെ സ്നേഹത്തിന്റെ താമര നൂലിലാൽ ബന്ധിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പായും തെളിയിക്കുന്ന കാഴ്ചകൾ നമ്മൾ പോയ വർഷങ്ങളിലൊക്കെ സ്ഥിരമായി നമ്മൾ കാണുകയാണ്. ഇക്കുറിയും ആ കാഴ്ചകൾക്ക് മാറ്റമില്ല. ഞാനിവിടെ വന്നപ്പോൾ വിചാരിച്ചു, എസ്കേൻ ഈ പൂരനഗരി സാധാരണഗതിയിൽ തെച്ചിക്കോട്ടുകാവ് വരുമ്പോഴേക്കും എന്തൊരാളാണ്. അപ്പോ ആളില്ലാത്ത പൂരനഗരിയിലേക്ക് രാമൻ ഇറങ്ങുന്ന കാഴ്ച അതൊരു സങ്കട കാഴ്ചയാണല്ലോ എന്ന് മനസ്സിൽ ഞാൻ ആ സമയം വെറുതെ ഒന്ന് ആലോചിച്ചത്. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. അത് അങ്ങനെ ആലോചിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പൂരനഗരിയിലേക്ക് ആയിരങ്ങൾ, റോഡിനപ്പുറത്തെ കണ്ണത്താ ദൂരത്തേക്ക് ആളുകൾ ഒഴുകിയെത്ത കാഴ്ച നമ്മൾ കണ്ടു. രാമൻ എഫക്റ്റ് ആണ്, രാമൻ ഇമ്പാക്ട് ആണ് അക്കാര്യം തർക്കം വേണ്ട. രാമനോട് അത്രയും ആരാധകർ അത്രയും ആനന്ദിച്ച് കാണുന്നവരുണ്ട്. ഒരു സംഘം ആളുകൾ, ഒരു 10-60 പേരാണ് ഒരു സംഘം ആളുകൾ രാവിലെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാൻ രാവിലെ 6:10 ആയപ്പോഴാണ് രാമൻ അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ രാവിലെ 5 മണിക്ക് രാമനെ കാണാൻ വേണ്ടി രാവിലെ 5 മണി മുതൽ കാത്തിരിക്കുന്ന ഒരു 60 അംഗ സംഘം നമ്മൾ കണ്ടു. അതിനുശേഷം അവർ ആ തിടമ്പിനൊപ്പം സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ശ്രീമൂലസ്ഥാനത്തേക്ക് ആ തിടമ്പിനൊപ്പം വഴിനീളം സഞ്ചരിച്ച് അവർ വന്നു. അപ്പോഴേ കാണുകയാണ്. അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് നിന്നും ഇപ്പുറത്ത് തെക്കേ ഗോപുരനടയിൽ രാമൻ പുറത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ വേണ്ടി അവർ ഇവിടെ നിന്നു. ഏകദേശം 1.5 മണിക്കൂർ നിൽക്കുകയാണ് സ്കാൻ. കാര്യം നമ്മളൊക്കെ ഇവിടെ കട്ട വെയിലാണ്, അസാധ്യമായ വെയിലാണ്, നല്ല ചൂടാണ്. ആ ചൂടത്ത് ഒരു തരിപ്പ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ വെയിലിൽ ചിലപ്പോൾ ചമ്മിപ്പോകുന്ന രീതിയിൽ ആളുകൾ അവിടെ അങ്ങനെ കട്ടയ്ക്ക് അടിയുറച്ച് നിൽക്കുകയാണ്. രാമൻ ഇമ്പാക്ട് അത്രത്തോളമാണ്. രാമന്റെ മുന്നിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ അവരെ ബാധിക്കാറേ ഇല്ല. അവർ പറയുന്നുണ്ട്, പൂരത്തിൽ ഞങ്ങൾക്ക് മഴയോ വെയിലോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന്. നമുക്ക് നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ വെയിലത്തും ചൂടത്തും കാത്തു നിന്ന ആ 60 അംഗ സംഘം ഇപ്പോഴും രാമനൊപ്പം തന്നെ രാമൻ തൊട്ടിപ്പുറം നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താട്ടാ രാവിലെ മുതൽ തന്നെ രാമനൊപ്പമാണല്ലോ, ഇത് എത്ര തവണ കണ്ടാലും ഈ ഒരു ദിവസം ഇങ്ങനെ രാമനെ അടുത്ത് കാണാൻ കഴിയുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുഴുവൻ രാമൻ എങ്ങോട്ട് പോകുന്നു, രാമന്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് ഞാൻ കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരു സംഘം നമ്മൾ കണ്ടു. നോക്കൂ, രാവിലെ 5 മണി മുതൽ കാണുകയാണ്, രാവിലെ 6 മണി മുതൽ കാണുകയാണ്. ഈ സമയം അത്രയും കാണുകയാണ്. കണ്ടിട്ടും പൊതുതീരാത്ത, പ്രകൃതിയെ പറ്റി പറയാറുണ്ട് സ്കേൻ, വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പറയുന്ന പോലെ കണ്ടിട്ടും കാണാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടും മതിവരാത്ത ഒരു മഹാവിസ്മയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. സാക്ഷാൽ ലെജൻഡ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറയാം, ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറയാം. അങ്ങനെ ഏത് വിശേഷങ്ങൾക്കും അർഹനായ ആനദാ ഇവിടുന്ന് പൂരപ്പറമ്പിൽ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ താളമേള പ്രമാണങ്ങളുടെ അകമ്പടിയിലായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. താജ് ഇബ്രാഹിമിന്റെ മനസ്സിനെ തന്നെ ഇളക്കി മറിച്ചു കഴിഞ്ഞു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലായല്ലോ. രാമചന്ദ്രന്റെ തലയെടുപ്പും തലപ്പൊക്കവും അതാണ്. തലപ്പൊക്കക്കാരനായ ഹാഷ്മി താജ് ഇബ്രാഹിം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വാക്കുകളുടെ അനർഗള ധാരയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.